മധു, എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ടോ? മോത്തി, നമ്മള് ഇപ്പോ കാണുന്നത് നമുക്ക് അങ്ങകലെ ഒരു വിദൂരമായ ഒരു പൊട്ടായി അത് കാണാം. അവിടെ നിന്നാണ് കിലോമീറ്ററുകൾ താഴേക്ക് വന്നത്. ആ താഴേക്ക് വന്നപ്പോൾ ഈ നിൽക്കുന്ന മനുഷ്യർ ഇപ്പോൾ അനൂപ്, എനിക്ക് തോന്നുന്നു ഈ നിൽക്കുന്ന ആളുകളെ മോത്തി, ഇവരാണ് ഈ പ്രാദേശികമായി ഇവിടെ വിവിധ സ്ഥലങ്ങളിലേക്ക് കടന്നെത്താൻ ആദ്യമായിട്ടുള്ള തയ്യാറായിട്ടുള്ള സംഘങ്ങളിൽ ഒന്ന് ഇവരാണ്. വിവിധ മേഖലകളിൽ പ്രാദേശികമായി കടന്നെത്തി. എൻ്റെ പേര് വിജയൻ എന്നാണ്. ഞാനിവിടെ ഞങ്ങളിപ്പോൾ 16 പേര് ഇവിടെ പ്രസന്റിൽ ഇവിടെ ഉണ്ട്. ഈ പ്രദേശത്ത് താമസിക്കുന്നവരുണ്ട് 16 പേരുണ്ട്. ചൂരൽമലക്കാരാണോ? ചൂരൽമലക്കാരാണ്. ഞങ്ങൾ മുഴുവൻ ചൂരൽമലക്കാരാണ്. കൃത്യമായിട്ട് അറിയാം. ഈ തെരച്ചിൽ എവിടെ പോകാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ്? ഞാൻ കഴിഞ്ഞ 8 ദിവസമായിട്ടും സ്കൂൾ റോഡിലാണ് സെർച്ചിങ് നടത്തിയിട്ടുള്ളത്. NDRFിൻ്റെ ടീമിനോടൊപ്പമാണ് ഉണ്ടായത്. അതിനോടൊപ്പം തന്നെ വിവിധ സംഘടനകളും അതിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഏരിയയിലെ കുറിച്ച് ഓരോ ഡെപ്തും കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് ആ രീതിയിലുള്ള സെർച്ചിങ് ആണ് നടത്തിയത്. മുമ്പ് സെർച്ചിങ് നടത്തിയതിനെ അപേക്ഷിച്ചിട്ട് എല്ലാവരും തെരച്ചിൽ നടത്തി പോയ ഏരിയയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു 11ഓളം ബോഡികൾ റിക്കവർ ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ ബോഡി പാർട്സ് ഒരു 2 ബോഡി പാർട്സും റിക്കവർ ചെയ്യാൻ പറ്റി. ഇപ്പോൾ ചൂരൽമലയിൽ സെർച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് മുണ്ടക്കയിൽ നിന്നുള്ള ആൾക്കാരായിരിക്കുമല്ലോ അല്ലേ? അങ്ങനെ പറയാൻ കഴിയില്ല. നമുക്ക് ഒലിച്ചു വന്നതുകൊണ്ട് പറയാൻ കഴിയില്ല അതിനെ കുറിച്ച്. ഇല്ല, ഇപ്പൊ നമ്മളെ ഈ പ്രദേശത്തിനെ പറ്റി അറിയുന്നവരാണ് ഇപ്പൊ ഈ നിൽക്കുന്നത് ബാബു. അപ്പൊ ഇവിടെ ഈ പ്രദേശത്തെ പറ്റി അറിയുന്നവരാണ് ഇവരൊക്കെ. ഇനിയും കുറെ ആൾക്കാർ ക്യാമ്പിലുണ്ട്. അവരിപ്പോ കുറച്ച് കഴിയുമ്പോൾ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ബാബുവിനൊക്കെ തുടക്കം തൊട്ട് തന്നെ ഈ ഇതിനൊപ്പം ഇതിലുണ്ട്. മുണ്ടക്കയിൽ പോയിരുന്നോ? മുണ്ടക്കയിൽ കുറച്ച് പോയതാണ്. കുറച്ചേ അങ്ങോട്ട് പോയിട്ടില്ല. ഇല്ല, അല്ല, അങ്ങാടിന്റെ കുറച്ച് താഴെ വരെ പോയി. സ്ഥലം ഏകദേശം സ്ഥലങ്ങളൊക്കെ അറിയാം ഈ പ്രദേശത്തുള്ള. അതിപ്പോ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ശരിക്കും മട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഓരോ വീട് നിൽക്കുന്ന സ്ഥലങ്ങളും അങ്ങനെ അറിയാൻ കഴിയില്ല. കാരണം എന്നാലും ആ സ്ഥലങ്ങളെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇവരുടെ ഒപ്പം ചെല്ലുകയാണെങ്കിൽ ഇവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറ്റൂല്ലേ? തീർച്ചയായിട്ടും പറ്റും. ഞങ്ങൾ ഫസ്റ്റ് മുതൽ സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് സൂചിപ്പാറിന്റെ താഴെ വരെ പോയ ആളുകളാണ് ഞങ്ങളെല്ലാവരും. ഇന്നലെയും സൂചിപ്പാറിന്റെ താഴെ മുതൽ ഞങ്ങൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നതാണ്. ആദ്യത്തെ ദിവസം എന്താ നമ്മൾ വന്നപ്പോ ആദ്യത്തെ ദിവസം കണ്ട ആൾക്കാരാണ് മുകളില്. അന്ന് സൈന്യം വന്നിട്ടുണ്ടായിരുന്നില്ല. കയറാൻ പറ്റുന്നതിന് മുമ്പ് നമ്മൾ കണ്ടതാണ്. ആദ്യത്തെ ദിവസം ആ ചെളി കയറി പോയപ്പോ കണ്ടതാണ്. അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞാണ് നമ്മളെ കുറിച്ച് വരികയാണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ കാണാൻ പറ്റുന്നത്. അതെ അല്ലേ? അതെ. ഇപ്പൊ ചെല്ലുമ്പോ കുറച്ചുകൂടെ കാണാൻ പറ്റും. ഞാനിപ്പോ ടോപ്പ് വരെ പോയിട്ട് വന്നതാണ്. മേലെ മട്ടം വരെ പോയത്. മട്ടല്ല, അവിടെ വെള്ളിഗിരിന്റെ വീടാണ് ഫസ്റ്റ് വീട്. അവിടെ നിന്നാണ് അവിടെ വരെ പോയിട്ട് അവിടെ താഴ്ത്ത് വന്നാണ്. ഞങ്ങളൊരു കണക്കെടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് അവിടുത്തെ. എനിക്കറിയാം, ആ പ്രദേശമൊക്കെ അറിയാം, ഏകദേശം എല്ലാം അറിയാം. അതാ ഈ പ്രദേശത്തെ പറ്റിയൊക്കെ അറിയുന്ന ആൾക്കാരാണ്. ക്യാമ്പിലാണ് ഇപ്പൊ കുറെ ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽ. എവിടെ ക്യാമ്പിലാണ്? അതെ, കണ്ടിരുന്നത്. ക്യാമ്പിൽ നിന്ന് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോ അറിയാം, പ്രദേശം അറിയാം. ഈ ഭാഗം ഏകദേശം എല്ലാം അറിയാം. ഞാനിവിടെ ക്ലീനിങ് ആണ്. വന്നോട്ട് തന്നെ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് ഓഫീസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന പണിയാണ് എനിക്കുള്ളത്. പിന്നെ അവിടെ ഗേറ്റ് ഉണ്ട്. പ്രദേശവാസികളല്ലാത്ത ബാക്കിയുള്ള ആളുകൾ ആരും ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല. അപ്പൊ പ്രദേശവാസികളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോലീസിന്റെ ഒപ്പം സഹായത്തിന് നിൽക്കുകയാണ്. സിദ്ദിഖ് ഇവരൊക്കെ പോയിട്ട് സെർച്ച് ചെയ്യാം എന്നാണ് പറയുന്നത്. ആദ്യത്തെ ദിവസം ഞാൻ കണ്ട ആൾക്കാരാണ് ഇവരൊക്കെ. ഫസ്റ്റ് ഞങ്ങൾ കയറി വന്നപ്പോ അന്ന് ഇവർ പറഞ്ഞു നാട്ടുകാരെ കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഉഷാറാക്കാൻ പറ്റുന്ന പറഞ്ഞിരുന്നത്. ക്യാമ്പുകളിൽ പോയ സമയത്തും ഇവിടെ വന്ന സമയത്തും ഇവിടുത്തെ നാട്ടുകാരും ക്യാമ്പിലുള്ളവരും ബന്ധുവീടിലുള്ളവരും നമ്മളോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ കുത്തൊഴുക്കുള്ളതായ സ്ഥലം ഒഴികെ ചളിയും ഇതും വന്ന് നിറഞ്ഞ് വീട് തകർന്നതായിരിക്കുന്ന ഇടത്ത് ഏതൊക്കെ വീടുകൾ, ഏതൊക്കെ ലൊക്കേഷൻസ് എന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ദിവസങ്ങളിൽ ഇവിടെയുള്ളതായിരിക്കുന്ന ആളുകളെ ബ്ലോക്ക് ചെയ്തു. അത് സെർച്ചിങ്ങിന് ആവശ്യമായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിന് അവസരം കിട്ടിയില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് മന്ത്രിതല സംഘവുമായിട്ടുള്ള ചർച്ചയിൽ ശ്രീ IC ബാലകൃഷ്ണൻ ഞാനൊക്കെ അതെ ഞങ്ങള് വളരെ സീരിയസ് ആയിട്ട് ഡിമാൻഡ് ചെയ്തു. ഇവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിമാൻഡ്. അറിയോ വിജയേട്ടൻ ഈ ആദ്യത്തെ ദിവസം വിജയേട്ടൻ ഇന്നിപ്പോ സെർച്ചിന് പോകുമ്പോ വിജയേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്?
നമ്മള് ഈ ചൂരൽമലക്കാരാണ് നമ്മള്. പക്ഷെ ഈ രണ്ട് നാടുകള് വേർവിട്ട് കിടക്കുന്ന സമയത്ത് പട്ടാളം വന്നു കഴിഞ്ഞാൽ പട്ടാളത്തിന് മുൻപ് ഇവിടെ താമസിക്കുന്നവർ മുണ്ടക്കയിലെത്തിയിരുന്നു. അവർക്ക് രക്ഷാപ്രവർത്തനം ചെയ്യാനുള്ള ഉപകരണങ്ങളൊന്നുമില്ല, താഴേക്ക് ഇറക്കാനുള്ള ഉപകരണങ്ങളില്ല, മുറിച്ച് കയറാനും പറ്റിയില്ല. പിന്നെ NDRF-ഉം പട്ടാളവും ഇറങ്ങിയ പിന്നെയാണ് ഇത് ക്രോസ് ചെയ്ത് ഈ ആൽമരത്തിലേക്ക് റോപ്പ് വലിച്ചു കെട്ടിയിട്ടാണ് ആദ്യം പട്ടാളം ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പോയിട്ടാണ് കംപ്ലീറ്റ് പേര് ഇവാക്വേഷൻ ചെയ്യുന്നത്. നമുക്ക് അന്ന് മുണ്ടക്കയില് അവിടെ അങ്ങാടിയുടെ അവിടെ നോക്കിയപ്പോ നമ്മള് ഇത് കട്ടിയുള്ള സാധനം ഇല്ലായിരുന്നു, നമ്മള് മറ്റേ പാരിക്ക് വെച്ചിട്ടാണ് അത് ഇത് പൊന്തിച്ചിരുന്നത്. അതെ, അതെ, തീർച്ചയായിട്ടും. അതിന് ഇവിടെ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചിട്ടുള്ളത് കാരുണ്യ റെസ്ക്യൂ ടീമിനെ അതിയായി നമ്മൾ പ്രശംസിച്ചേ പറ്റൂ. ഏറ്റവും ആരും എത്തിപ്പെടാത്തടത്ത് ഏറ്റവും കൂടുതൽ എത്തിപ്പെട്ടിട്ടുള്ളത് കാരുണ്യ റെസ്ക്യൂ ടീമാണ്. അവരെ മറക്കാൻ കഴിയില്ല. ഇവിടെ തന്നെ ഈ പ്രദേശത്ത് ആളാണ് കണ്ടാ തന്നെ പറയാം. എത്ര കാലം ഇവിടെ അറിഞ്ഞു? ഇവിടെ ഒരുപാട് കാലമായി. ഇവിടെ ജനിച്ചു വളർന്നത് ഇവിടെയാണ്, ജനിച്ച നാടാണ് ഇവിടെ. അപ്പൊ ഇനിയിപ്പോ പോകുമ്പോ ചേട്ടാ പേരെന്താ പറഞ്ഞേ? ബഷീർ. ബഷീർക്ക് എവിടേക്കാ പോകാൻ ഉദ്ദേശിക്കുന്നത്? മുണ്ടക്കൈ. മുണ്ടക്കയില് അങ്ങാടിയില്. അങ്ങാടി ഉണ്ടായ കാര്യം തൊട്ട് അറിയാം. അപ്പൊ എവിടേക്കാണ് എന്തൊക്കെയുള്ളതെന്ന് അസലായിട്ട് അറിയാം. എന്തൊക്കെ ഉള്ളത് ഒരുവിധമൊക്കെ അറിയാം. താഴെ ഭാഗത്തൊക്കെ ഉള്ള വീട് ഒരുവിധമുള്ള ആൾക്കാരൊക്കെ അറിയാം, ഒരുവിധം ഒന്നും അറിയൂല. ഇവരെ ഗൈഡ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി. ഇന്ന് ഇവരുടെ ഈ ഉദ്യമം പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 24 മണിക്കൂർ മുമ്പ് അവർക്ക് ഈ സ്ഥലം അവർക്ക് കൈമാറണമെന്നുള്ള കത്ത് ഇന്നലെ കിട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു സമയം വെച്ച് ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഇത് ഇന്ന് നിർത്തേണ്ടി വരും. അപ്പോ അങ്ങനെയാണെങ്കിൽ നാളെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞ് ഞായറാഴ്ചയും ഇത് തുടരണം എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു ദിവസത്തെ പ്രോസസ്സായി ഇത് മാത്രം ചുരുക്കരുത്. ഇപ്പോ ഒരു ബോഡിയാണ് ഒരു ബോഡി 10 131 എന്നുള്ളത് വളരെ വലിയ നമ്പറാണ്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ച് അത് അവസാനം അവർക്ക് ആ ബോഡിയെങ്കിലും കിട്ടിയാലുള്ള ഒരു മനസ്സിന്റെ സമാധാനമുണ്ട്. അതാണ് മോത്തി, അതാണ് ഈ 13 പേര് വിജയേട്ടനും ബഷീർക്ക് ഇവരൊക്കെ അടങ്ങുന്ന ഈ വലിയ ടീം ആദ്യത്തെ ദിവസം പാലം വരുന്നതിന് മുമ്പ് നമ്മള് മുട്ടൊപ്പം ചെളി കയറി അങ്ങേയറ്റത്ത് ചെല്ലുമ്പോൾ ഓരോ ഇഞ്ചിലും കാല് വെക്കുന്നത് എവിടേക്കെന്ന് അറിയാതിരുന്നപ്പോൾ ഇവരിൽ പലരുമാണ് നമ്മളെ അങ്ങോട്ട് കൈപിടിച്ച് നടത്തിയത്. അവര് ഇപ്പോൾ ഈ സംഘത്തിനൊപ്പം ചേരുകയാണ്. കൂടുതൽ കൃത്യമായൊരു തെരച്ചിൽ നടത്താൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് ഓരോ ഘട്ടത്തിലും അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. കാരണം അവരുടെ നാടല്ലേ മോത്തി, അവർക്കറിയാത്ത ഏത് വഴിയാണ് ഇവിടെ ഉള്ളത്. അവര് ആ വിശ്വാസത്തിന്റെ പുറത്ത് ഈ സൈന്യത്തിനൊപ്പം കൂടുതൽ പേരെ കണ്ടെത്താൻ കഴിയും. കൂടുതൽ കാര്യങ്ങളുണ്ട്, ഇപ്പോൾ കൂടുതൽ ഉപകരണങ്ങളുണ്ട്, കൂടുതൽ സജ്ജീകരണങ്ങളുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു ചുവട് കൂടി മുന്നോട്ട് വെക്കാൻ പറ്റും എന്നുള്ള ആ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇവർ കടന്നെത്തുന്നത് മോത്തി.